ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയാണ്. ഓക്കെ, ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഫങ്ഷൻ അനാലിസിസിൻ്റെ കുറഞ്ഞല്ലേ ചെറിയ തിയറങ്ങളും റിസൾട്ടുകളും അതുപോലെ തന്നെ നോംഡ് സ്പേസും അല്ലേ, നോംഡ് സ്പേസും ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ ആദ്യം നമ്മൾ ഒരു ലെമ്മ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ലെമ്മ എന്നൊക്കെ പിന്നെയാണ് നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി. ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇഫ് 1 less than p less than infinity and 1/p plus 1/q equal to 1, then for a greater than or equal to 0, b greater than or equal to 0, we have a raised to 1/p into b raised to 1/q less than a/p plus b/q. ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ a raised to 1/p plus b into b raised to 1/q less than a/p plus b/q സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യത്തെ ലെമ്മ. ഈ ലെമ്മ നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിലബസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ലെമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊന്നുസ്വാമി സാറുടെ ഫങ്ഷൻ അനാലിസിസിൻ്റെ ബുക്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിലുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്തിട്ടേ നമുക്ക് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഈ ലെമ്മ പ്രൂവ് ചെയ്തിട്ടേ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും 1/p plus 1/q ഈക്വൽ ടു 1 ആണെങ്കിൽ 1/p ഈക്വൽ ടു എന്താണ് 1 - 1/q എന്നും 1/q ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 1 - 1/p എന്നും നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്ക് പ്രൂഫ് തുടങ്ങാം. പ്രൂഫ് ആദ്യം നമ്മൾ എന്താണ് കണ്ടീഷന് അല്ലേ, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും. എയും ബിയും 0 ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? റിസൾട്ട് ഒബിയസ് ആണ്. ഓക്കെ, രണ്ട് ഭാഗത്തും 0 ആണ് വരിക. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളാണ് എ ഈക്വൽ ടു 0 ബി നോട്ട് ഈക്വൽ ടു 0. ആ കണ്ടീഷനാണ് എങ്കിൽ നമ്മൾ എന്ത് എ റേസ് ടു 1/p, ബി എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ് വരിക അല്ലേ. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പോൾ എ റേസ് ടു 1/p പ്ലസ് ഇൻറ്റു ബി റേസ് ടു 1/q ഈക്വൽ ടു എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0, അപ്പോൾ 0 ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 അല്ലേ, ലെസ് ദാൻ ആയിരിക്കും എന്തിനേക്കാട്ടിലും 0 പ്ലസ് b/q. a/p എന്ന് പറയുന്ന എ എന്താണ് 0 ആണ്. അപ്പോൾ a/p 0 ആയിപ്പോൾ 0 പ്ലസ് b/q. ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ എന്താണ് നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0, isn't it? അപ്പോൾ b/q. അപ്പം ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ട് സിമിലർ വേയിൽ എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0 ആണ് എങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ട് എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q എന്ന് പറയുമ്പോൾ തന്നെ എ നോട്ട് ഈക്വൽ ടു 0, അതായത് എ ഗ്രേറ്റർ ദാൻ 0, ബി ഈക്വൽ ടു 0. അപ്പം എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q എന്ന് പറയുന്നത് 0 ആയിപ്പോവും അല്ലേ. അതുപോലെ തന്നെ a/p പ്ലസ് b/q ആണ്. ബി എന്താണ് 0 ആയതുകൊണ്ട് b/q 0 ആയി മാറും. ഇവിടെ a/p എ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് അതിൻ്റെ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ a/p ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സനാഫ് അല്ലേ, ഈ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ട് കണ്ടീഷനിലും ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? അടുത്തത് എ ഗ്രേറ്റർ ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0യും ആവുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കിട്ടണം. ഈ ഇനീക്വാലിറ്റി അതായത് എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q ലെസ് ദാൻ ഓർ ഈക്വൽ ടു a/p പ്ലസ് b/q എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. അതിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ടി എടുക്കുന്നു. ഒരു ടി എന്ന് പറയുന്ന വേരിയബിൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ തന്നെ ദർ എക്സിസ്റ്റ് ആൻ സ്കാലാർ അല്ലെങ്കിൽ ആൽഫ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. 0ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ആൽഫ എടുത്തു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യാണ്. f of t ഈക്വൽ ടു
ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫംഗ്ഷന്. എഫ് ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി മൈനസ് 1 മൈനസ് ടി റേസ് ടു ആൽഫ പ്ലസ് 1, ആൽഫ ഇൻറ്റു ടി മൈനസ് 1 മൈനസ് ടി റേസ് ടു ആൽഫ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന് എന്ത് ഫംഗ്ഷനാണ്, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് കിട്ടേണ്ടി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ടുള്ള കിട്ടേണ്ടി, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്യാം. നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇനീക്വാലിറ്റി ഉണ്ടാക്കണം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് ഇല്ലേ പോസിറ്റീവ് ആയാൽ മതി. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി എന്താ കിട്ടുക, ആൽഫ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ആൽഫ മൈനസ് ടി റേസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് ആൽഫ ഇൻറ്റു ടി റേസ് ടു ആൽഫ മൈനസ് 1 അല്ലേ. പിന്നെ 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് കിട്ടുക എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ ഇൻറ്റു ടി റേസ് ടു ആൽഫ മൈനസ് 1. ആൽഫ ഈസ് കോമൺ, അങ്ങനെ ആകുമ്പോൾ ആൽഫനെ പുറത്തെടുക്കാവുന്നതാണ്. 1 മൈനസ് ആൽഫ ഇൻറ്റു 1 മൈനസ് ടി റേസ് ടു ആൽഫ മൈനസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഫംഗ്ഷന് ഇനി എന്താണ് ഒന്ന് നോക്കണം, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അതായത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആണ് 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇനീഷ്യലൈസിൽ പറഞ്ഞിട്ടുണ്ട് ആൽഫ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 and 1 അല്ലേ. അതുപോലെ ടി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറും 1നേക്കാട്ടിലും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് 1, ഇവിടെ ശ്രദ്ധിക്കുക, പവർ നോക്കുക, ടീൻ്റെ പവർ നോക്കുക, അവരാണ് ഇവിടുത്തെ തീരുമാനം എടുക്കുന്നത്. ആൽഫ മൈനസ് 1 എന്തായിരിക്കും, ആൽഫ എന്ന് പറയുന്നത് 1നേക്കാട്ടും ചെറിയ നമ്പറാണ്. അപ്പോൾ ആൽഫ മൈനസ് 1 എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ആൽഫ അപ്പോൾ ടി റേസ് ടു അല്ലേ, ടി റേസ് ടു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇതാ 1/t റേസ് ടു സംതിങ് എന്നാണ് വരിക അല്ലേ. അപ്പം ആ വാല്യൂ 1/t എന്ന് പറയുന്നത് 1നേക്കാട്ടിലും വലിയൊരു നമ്പറാണ്. അപ്പോൾ 1/t റേസ് ടു സംതിങ് എന്ന് പറയുന്നത് എന്തായി, ഒരു 1നേക്കാട്ടിലും ചെറിയ നമ്പറാണ്. അപ്പോൾ 1 മൈനസ് ഇത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പറാണ്. ആൽഫ ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ കിട്ടുന്നത് 1 മൈനസ് ഇത് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്, 0നേക്കാട്ടിലും വലിയൊരു നമ്പറാണ്. അതായത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് 0യോ അല്ലെങ്കിൽ 0നേക്കാട്ടും വലുതാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് പറയാം. അതായത് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കുക, നമുക്ക് ഇൻക്രീസിങ് ആണ് എന്ന് കിട്ടി. അപ്പം ടി ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താ കിട്ടുക നോക്കുക, ഫംഗ്ഷൻ കേട്ടോ. ടി ഈക്വൽ ടു 1 കൊടുത്താൽ ആൽഫ ഇൻറ്റു 1 മൈനസ് 1, അപ്പോൾ എന്തായിപ്പോയി 0, ആൽഫ ഇൻറ്റു 0 0 മൈനസ് ടീൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ 1 റേസ് ടു ആൽഫ എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പം മൈനസ് 1 പ്ലസ് 1 0. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0 ആണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഓഫ് 1നേക്കാട്ടിലും വലുതായിരിക്കും ആര്, എഫ് ഓഫ് 2, എഫ് ഓഫ് 2നേക്കാട്ടും വലുതായിരിക്കും എഫ് ഓഫ് 3, എഫ് ഓഫ് 3നേക്കാട്ടും വലുതായിരിക്കും അല്ലേ, ഓർ ഈക്വൽ ടു വലുതോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കും എന്ത്, എഫ് ഓഫ് 3, അങ്ങനെ എക്സെട്രാ ട്രാട്ര അങ്ങനെ പോകുന്ന ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനെയാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് 1നേക്കാട്ടിലും വലുതായിരിക്കും. കാരണം എഫ് ഓഫ് 1 0 ആണ്. ആർ യു അണ്ടർസ്റ്റുഡ്? അതുകൊണ്ടാണ് കേട്ടോ. അതായത് എഫ് ഓഫ് ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് ടീൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാം. അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഇൻറ്റു ടി മൈനസ് 1 മൈനസ് ടി റേസ് ടു ആൽഫ പ്ലസ് 1 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നിന്നും ഈ മൈനസ് ടി റേസ് ടു ആൽഫ ഇപ്പുറത്തെ സൈഡിലേക്ക് RHSലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വരിക ആൽഫ ഇൻറ്റു ടി മൈനസ് 1 പ്ലസ് 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി റേസ് ടു ആൽഫ. ഇതിനൊന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ടി റേസ് ടു ആൽഫ ഇൻറ്റു ആൽഫ ഇൻറ്റു ടി റേസ് ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി മൈനസ് 1 പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇനീക്വാലിറ്റിയിൽ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തരകിട അപ്ലൈ ചെയ്യാണ് ചെയ്യാം. അപ്പം ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്നെടുത്തു. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യുന്ന അസ്യൂം ചെയ്യാണ്
എ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബി ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ രണ്ട് റിയൽ നമ്പറുകളാണ് എങ്കിൽ അവ തമ്മിൽ ഒന്നെങ്കിൽ ടോട്ടലി ഓർഡേർഡ് സെറ്റാണ് സത്യത്തിൽ അല്ലേ, പാർഷ്യൽ ഓർഡർ സെറ്റും പോസെറ്റും അല്ലേ. ഇതെന്താണ് ടോട്ടൽ ഓർഡേർഡ് സെറ്റാണ് റിയൽ നമ്പർ അല്ലേ. അതിൽ ഏതൊരു നമ്പർ എടുത്തിട്ടാണ് അതിനൊരു മാക്സിമം മിനിമം റിയൽ നമ്പർ, എക്സ്റ്റെൻഡഡ് റിയൽ നമ്പറിനെ പറ്റിയിട്ടല്ല, റിയൽ നമ്പറിൻ്റെ കേസിൽ നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പം അത് പോട്ടെ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ബൈ ബി, എ വലുതാണ് ബീനെയും കാട്ടിൽ എന്ന് പറയുമ്പോൾ എ ബൈ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, അതിന് എന്ത് ചെയ്താൽ മതി, ബീനെ പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ടി ഈക്വൽ ടു എന്ത് ചെയ്യാണ്, എ ബൈ ബി എന്നും ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/p, പി അല്ലേ, പി ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ. അപ്പം 1/p എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റിയൽ നമ്പർ 1/p എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ ആൽഫക്കിൻ്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് ടീൻ്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ ഈ കുഞ്ഞാപ്പിനെ രണ്ടിനെ ഏതിൽ കൊടുക്കാം, ഈ ഇക്വേഷൻ 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അറിയോ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമുക്ക് ടി റേസ് ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി മൈനസ് 1 + 1 ഈക്വൽ ടു അതിനെ വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീൻ്റെ സ്ഥാനത്ത് എ ബൈ ബി ഹോൾ റേസ് ടു ആൽഫൻ്റെ സ്ഥാനത്ത് 1/p. ഓക്കെ, അപ്പോൾ എ ബൈ ബി ഹോൾ റേസ് ടു 1/p ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫൻ്റെ സ്ഥാനത്ത് 1/p, ടീൻ്റെ സ്ഥാനത്ത് എ ബൈ ബി. അപ്പം 1/p ഇൻറ്റു എ ബൈ ബി മൈനസ് 1 + 1. ഇനി ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിൽ 1/p ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ എ ബൈ പി ഇൻറ്റു ബി മൈനസ് 1 ഇൻറ്റു 1/p എന്ന് പറയുമ്പോൾ 1/p + 1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, -1/p + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ ഇതിൽ 1/p + 1/q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. അതിൽ നിന്ന് 1 - 1/p എന്ന് പറയുമ്പോൾ എന്താണത്, 1/q ആണ്. അപ്പം ഈ ഇത്രയും ഭാഗത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാപ്പൂവിൻ്റെ സ്ഥാനത്ത് അതായത് -1/p + 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, 1/q അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എ റേസ് ടു 1/p അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 1/, താഴത്താണല്ലേ ഇതിൻ്റെ വരിക, എ റേസ് ടു 1/p ഡിവൈഡഡ് ബൈ ബി റേസ് ടു 1/p എന്നാണ്. ആ ബി റേസ് ടു 1/p 1/b റേസ് ടു 1/p നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എ റേസ് ടു 1/p ബി റേസ് ടു -1/p എന്ന് എഴുതാം അല്ലേ. ഇനീക്വാലിറ്റിയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ പി ഇൻറ്റു ബി പ്ലസ് ഇതിൻ്റെ സ്ഥാനത്ത് 1/q അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഉള്ളത് നോക്കുക. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ 2 എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഇനി 2നെ കൊണ്ട് ബീനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ രണ്ട് സൈഡിലും ബീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, എ റേസ് ടു 1/p അല്ലേ. അങ്ങനെ തന്നെ ഇവിടെ ഒരു ബീൻ്റെയും കൂടി മൾട്ടിപ്ലൈ വരും. അപ്പോൾ ബി റേസ് ടു -1/p + 1 ഇതാരാണ്, 1/q ആണ് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ബീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ a/p പ്ലസ് ഇവിടെ ഒരു ബി വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b/q. അപ്പോൾ ഈ ഭാഗത്ത് റെഡി ആയി കഴിഞ്ഞു. ഈ ഭാഗത്ത് റെഡി ആവാനുണ്ട്. ഈ സ്ഥാനത്ത് 1/q ആണ് വരിക. ദാറ്റ് ഈസ് എ റേസ് ടു 1/p -1/p + 1 എന്ന് പറഞ്ഞാൽ 1/q ആണ്. അത് എവിടുന്ന് കിട്ടുന്ന, അത് എവിടുന്നാണ് കിട്ടുന്നത്, അത് ഇക്വേഷൻ 1/p + 1/q = 1 എന്നുള്ളതെന്ന് കിട്ടുന്നതാണ്. ഓക്കെ, 1/q ലെസ് ദാൻ ഓർ ഈക്വൽ ടു a/p + b/q എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ എന്ത് കിട്ടി, ഈ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യപ്പെട്ടു, ഈ ലെമ്മ പ്രൂവ് ചെയ്തു. ഇനി ഈ ലെമ്മ ഉപയോഗിച്ചിട്ട് അതായത് ഈ റിസൾട്ട് ഉപയോഗിച്ച് എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q ലെസ് ദാൻ ഓർ ഈക്വൽ ടു a/p + b/q എന്ന് പറയുന്ന റിസൾട്ട് ഈ ഇനീക്വാലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതേ മോഡലിൽ തന്നെ നമുക്ക് ഈ 2 കണ്ടീഷൻസ് ഉണ്ട്. അതുപോട്ടെ, അപ്പോൾ 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എ ബീനെയും കാട്ടിലും വലുതായാലാണ്. സെയിം വേയിൽ തന്നെ എന്ത് ചെയ്യാം, ബി എന്ന് പറയുന്നത് എനെയും കാട്ടിലും വലുതാവാം
അതായത് എ ലെസ് ദാൻ ബി അല്ലെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. അങ്ങനെ വരുമ്പം ബി ബൈ എ എന്താവും? 1-നേയും കാട്ടിലും വലുതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടീനെ എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ബി ബൈ എ. അതുപോലെ ആൽഫ ഈക്വൽ ടു 1/q എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ 1/q എന്ന് എടുക്കണം. ഇൻ 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സെയിം സംഭവം തന്നെ, അതായത് ഏത് സംഭവം? സെയിം സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ a raised to 1/p into b raised to 1/q less than or equal to a/p plus b/q എന്ത് ചെയ്യും? ഒക്കെ ചെയ്യാൻ കഴിയും, സെയിം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ഉണ്ട്. ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്താ നോക്കാം. ഏതൊരു എവരി സ്കേലാർ സീക്വൻസ് അല്ലേ, സീക്വൻസ് ഓഫ് സ്കേലാർസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ എ ഐസ്, ഇവിടെ എ ഐസും ബി ഐസും സീക്വൻസ് ഓഫ് സ്കേലാർസ് ഉണ്ട്. പി എന്ന് പറയുന്നത് 1-ന്റെയും ബിറ്റ്വീൻ ഇൻഫിനിറ്റിൻ്റെയും ഇടയിൽ അതാണ്. അങ്ങനെയാണ് എങ്കിൽ മോഡുലസ് ഓഫ് സിഗ്മ എ കെ ബി കെ എ കെ ഇൻറ്റു ബി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ ഓഫ് മോഡുലസ് ഓഫ് എ കെ ബി കെ. ഇത് നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് ആവശ്യമില്ല. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി മോഡലിലുള്ള കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്താവുന്നതാണ്. ഇത് നമ്മൾ മിങ്കോസ്കി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വരുന്ന സത്യത്തിൽ ജനറലൈസേഷൻ ആയിട്ട് പറയുന്നത് മിങ്കോസ്കി ഇനീക്വാലിറ്റിയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യാനുള്ളത് നമ്മളുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ അടുത്ത ഈ കുഞ്ഞാപ്പും അടുത്ത ആളും തമ്മിലാണ്. അതായത് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയിൽ ഇയാൾ വരുന്നില്ല. സത്യത്തിൽ ആരാണ് വരുന്നത്? സിഗ്മ മോഡുലസ് ഓഫ് എ കെ ഇൻറ്റു ബി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഹോൾഡേഴ്സിൽ ഇയാളില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. സിഗ്മ മോഡുലസ് ഓഫ് എ കെ ഇൻറ്റു ബി കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് എ കെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് ബി കെ ഹോൾ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q. ഇതാണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ 1/p പ്ലസ് 1/q എന്താണ്? 1 ആണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ട. ഇനി എൻ്റെ ചോദ്യം, ഈ സാധനം നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? സിഗ്മ എ കെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p എന്ന് പറയുന്നത് അല്ലേ പീനോം ആണ് അല്ലേ. പീനോം ഓഫ് എ എന്ന് പറയുന്നത് n ടപ്പിൾസ് അല്ലെങ്കിൽ അല്ലേ k ടപ്പിൾസ് അല്ലെങ്കിൽ n ടപ്പിൾസ് ആണെങ്കിൽ a1 a2 a3 എന്നാണ് എങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ സെയിം ഇത് ക്യൂനോമാണ് സത്യത്തിൽ. പക്ഷേ നമ്മളത് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ സ്പേസിൻ്റെ ഭാഗത്ത് പ്രൂഫാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റിയുടെ പ്രൂഫാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രൂഫ് എന്ന് നോക്കാം. ആദ്യം നമുക്കറിയുന്ന 1/p പ്ലസ് 1/q ഈക്വൽ ടു എന്താണ്? 1 ആണ് എന്നറിയാം. അതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1/q ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/p അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 1 മൈനസ് 1/p എന്ന് കിട്ടും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, 1 മൈനസ് 1/p എന്ന് പറയുന്നത് 1/q ആണ്. അതുപോലെ തന്നെ 1/p ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 1/q ആണെന്നും ഓർമ്മയിൽ ഉണ്ടാവുക. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ഇനീഷ്യലൈസേഷൻ ആണ്. അതായത് ലെറ്റ് സി ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എ ഐ ബൈ സിഗ്മ മോഡുലസ് ഓഫ് എ ജെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p. അതുപോലെ തന്നെ ഡി ഐ ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q. അങ്ങനെയാണെങ്കിൽ സിഗ്മ സി ഐ റേസ് ടു പി പ്രത്യേകം ശ്രദ്ധിക്കാൻ. സിഗ്മ സി ഐ റേസ് ടു പി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം സി ഐൻ്റെ സ്ഥാനത്ത് കൊടുക്കുക സിഗ്മ മോഡുലസ് ഓഫ് എ ഐ അല്ലേ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് എ ജെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p ഹോൾ റേസ് ടു പി. അപ്പോൾ ഇനി പി എന്ത് ചെയ്യുക? ഉള്ളിലേക്ക് കൊടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊടുത്താൽ സിഗ്മ മോഡുലസ് ഓഫ് എ ഐ റേസ് ടു പി അല്ലേ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് എ ജെ റേസ് ടു പി ഹോൾ റേസ് ടു 1/pയും പിയും ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ 1 ആയി മാറും. അപ്പം അത് ക്യാൻസലായി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇത് താഴത്തുള്ള സാധനം കോൺസ്റ്റന്റ് ആണ്, കാരണം സിഗ്മ എ ജെ റേസ് ടു പി ഫിക്സഡ് ആണ്. അപ്പോൾ ഈ സിഗ്മ ആരിലേക്ക് മാത്രമേ വരുള്ളൂ? എ ഐയിലേക്ക് മാത്രമേ വരുള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുക സിഗ്മ എ ഐ റേസ് ടു പി ഡിവൈഡഡ് ബൈ സിഗ്മ എ ജെ മോഡുലസ് ഓഫ് എ ജെ റേസ് ടു പി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ. താഴത്തും മുകളിലും സെയിം തന്നെയാണ്.
അതായത് ഇൻഡെക്സിലും വ്യത്യാസം പ്രശ്നമില്ല, സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡി ഐ റേസ് ടു സിഗ്മ ഡി ഐ റേസ് ടു ക്യൂ ഈക്വൽ ടു എന്താണ്? സിഗ്മ ഹോൾ റേസ് ടു മോഡുലസ് ഓഫ് ബി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q ഹോൾ റേസ് ടു ക്യൂ. അപ്പം നമ്മൾ ക്യൂ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ. എന്തുകൊണ്ട്? ക്യൂവും 1/q ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയി കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഓഫ് ബി ഐ റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പം നമുക്ക് കിട്ടി, രണ്ട് കണ്ടീഷൻ കിട്ടി. അതായത് സിഗ്മ സി ഐ റേസ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിഗ്മ ഡി ഐ റേസ് ടു ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 1 ആണ് എന്ന് കിട്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പം ഇനി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ലെമ്മ നമ്മളുടെ മനസ്സിലുണ്ട് അല്ലേ? അതായത് എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ എന്താണ് a/p പ്ലസ് b/q എന്ന് പറയുന്നത് നമ്മളുടെ ഓർമ്മയുണ്ട്. അവിടെ നമ്മൾ എ എന്ന് പറയുന്നത് സി ഐ റേസ് ടു പി എന്നും ബി എന്ന് പറയുന്നത് ഡി ഐ റേസ് ടു ക്യൂ എന്നും എടുക്കുക. ഓക്കെ, മനസ്സിലാക്കണേ. എ എന്ന് പറയുന്നത് സി ഐ റേസ് ടു പി എന്നും ബി എന്ന് പറയുന്നത് ഡി ഐ റേസ് ടു ക്യൂ എന്നും എടുക്കുക. അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ ഇനീക്വാലിറ്റി മുമ്പത്തെ ലെമ്മയിലെ റിസൾട്ട് പ്രകാരം എ റേസ് ടു 1/p ഇൻറ്റു ബി റേസ് ടു 1/q ലെസ് ദാൻ ഓർ ഈക്വൽ ടു a/p പ്ലസ് b/q. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ്റെ സ്ഥാനത്ത് സി ഐ റേസ് ടു പി ഹോൾ റേസ് ടു 1/p. ഡി ഐൻ്റെ സ്ഥാനത്ത് ബിൻ്റെ സ്ഥാനത്ത് എന്താണ്? ഡി ഐ റേസ് ടു ക്യൂ ആണ്. അപ്പോൾ ഡി ഐ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q അല്ലേ? വിച്ച് ഈസ് എൻ്റെ സ്ഥാനത്ത് സി ഐ റേസ് ടു പി ഡിവൈഡഡ് ബൈ പി, ഡി ഐൻ്റെ അല്ലേ? അതുപോലെ ബിൻ്റെ സ്ഥാനത്ത് ഡി ഐ റേസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ. ഇനി പി ക്യാൻസൽ വിത്ത് 1/p അല്ലേ? അപ്പോൾ സി ഐ ഇൻറ്റു ഡി ഐ അല്ലേ? ക്യൂ ക്യാൻസൽ വിത്ത് 1/q. ദെൻ സി ഐ ഇൻറ്റു ഡി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ റേസ് ടു പി പ്ലസ് ഡി ഐ റേസ് ടു ക്യൂ ഡിവൈഡഡ് അല്ലേ? സി ഐ റേസ് ടു പി ബൈ പി പ്ലസ് ഡി ഐ റേസ് ടു ക്യൂ ബൈ ക്യൂ. ഇനി ഇവിടെ സിഗ്മ അപ്ലൈ ചെയ്യാം. അപ്പോൾ സിഗ്മ സി ഐ ഇൻറ്റു ഡി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, സിഗ്മ സി ഐ ഇൻറ്റു ഡി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? സിഗ്മ സി ഐ റേസ് ടു പി ബൈ പി. പി ഈസ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ് സിഗ്മ ഇതിനെ എഫക്റ്റ് ചെയ്യാത്തത്. അതുപോലെ തന്നെ സിഗ്മ ഡി ഐ റേസ് ടു ക്യൂ ബൈ ക്യൂ. അപ്പം സിഗ്മ സി ഐ റേസ് ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സിഗ്മ ഡി ഐ റേസ് ടു ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. സോ സിഗ്മ സി ഐ ഇൻറ്റു ഡി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p പ്ലസ് 1/q. കാരണം ഇത് രണ്ടും 1 ആണ് എന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് സി ഐ ഇൻറ്റു ഡി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p. ഇവിടെ ശ്രദ്ധിക്കണേ, 1/p പ്ലസ് 1/q എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പം നമുക്ക് 1 എന്ന് എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സി ഐക്കും ഡി ഐക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ് സി ഐൻ്റെ ഡെഫിനിഷൻ പ്രകാരം? സി ഐ എന്ന് പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു മോഡുലസ് ഓഫ് സി ഐ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഐ ബൈ സിഗ്മ എ ജെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p ഇൻറ്റു ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ ഹോൾ റേസ് ടു 1/q വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യാം. മോഡുലസ് ഓഫ് എ ഐ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഐ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഐ ബി ഐ ആണ്. അപ്പോൾ സിഗ്മ മോഡുലസ് ഓഫ് എ ഐ ബി ഐ ബൈ ഡിവൈഡഡ് ബൈ സിഗ്മ മോഡുലസ് ഓഫ് എ ജെ റേസ് ടു പി ഹോൾ റേസ് ടു 1/p സിഗ്മ മോഡുലസ് ഓഫ് ബി ജെ റേസ് ടു ക്യൂ 1/q വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി LHS ഈ LHS ഡിനോമിനേറ്ററിലെ RHSലേക്ക് കൊണ്ടുപോവാം. അപ്പം സിഗ്മ മോഡുലസ് ഓഫ് എ ഐ ബി ഐ less than or equal to sigma a modulus of aj raised to p whole raised to 1/p into sigma b modulus of bj raised to q 1/q. Okay, നമ്മളുടെ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിനെയാണ് ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പീനോമാണ് സത്യത്തിൽ. ഇവിടെ ഏജന്റ് സ്ഥാനത്ത് എക്സൈസ് ആണ് അല്ലെങ്കിൽ എക്സ്ജേസ് ആണ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏജേഴ്സ് അല്ലേ എക്സൈസ് ആണ് വരുന്നെങ്കിൽ x ഈക്വൽ ടു x1 x2 എക്സെട്ര
അതുപോലെ തന്നെ y ഈക്വൽ ടു y1 y2 എക്സെട്ര ആണ് എങ്കിൽ ഇവിടെ വരിക മോഡുലസ് ഓഫ് സിഗ്മ മോഡുലസ് ഓഫ് xi ഇൻറ്റു yi ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ പി നോം ഓഫ് എക്സ് ഇൻറ്റു പി നോം ഓഫ് വൈ എന്ന് വരും, സോറി ക്യൂ നോം ഓഫ് വൈ. ഓക്കെ, അങ്ങനെ അതായത് നമുക്ക് ai വെച്ചിട്ട് തന്നെ പറയാം. എ എന്ന് പറയുന്ന മോളിൽ പറഞ്ഞ എ അല്ല കേട്ടോ, നമ്മളുടെ നേരത്തെ ലെമ്മയിലുള്ള എ പ്രകാരമല്ല. എ ഈക്വൽ ടു a1 a2 a3 എക്സെട്ര ആവുക, ബി ഈക്വൽ ടു b1 b2 b3 എക്സെട്ര ഇൻ ടപ്പിൾസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ടപ്പിൾസ് ആണ് എങ്കിൽ സിഗ്മ മോഡുലസ് ഓഫ് ai ഇൻറ്റു ബി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, ഇതിന്റെ സ്ഥാനത്ത് aj കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ aj i എന്തായാലും അല്ലെങ്കിൽ ജെ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, അത് നമുക്ക് അങ്ങോട്ട് അയ്യോ എന്താക്കിയാലും കുഴപ്പമില്ല. അപ്പം മോഡുലസ് ഓഫ് പി നോം ഓഫ് എ ഇൻറ്റു പി നോം ഓഫ് ബി എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.